പച്ച ഏത്തക്കായ കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു എരിശ്ശേരി തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ചെറിയ കായയാണ്, വലിയ കായയാണെങ്കിൽ 3 എണ്ണം മതി. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി, അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞിടാം. വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് അതിൻ്റെ കറിയൊക്കെ പോകാനാണ് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് നമുക്കൊരു കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഏത്തക്കായ ആയതുകൊണ്ട് അത് വേകാൻ ഇത്തിരി സമയം എടുക്കും. നല്ലതുപോലെ വേവിച്ചെടുക്കാം. കായ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അത് നല്ലതുപോലെ നരച്ചെടുക്കാം. നമ്മുടെ കായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതൊരു തവി വെച്ച് നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. കായ വെന്തിരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കായ വേവിച്ചപ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പിട്ടാൽ ചിലപ്പോൾ അത് കായ വേഗം താമസം എടുക്കും. അതുകൊണ്ട് ഉപ്പിടാതെയാണ് വേവിച്ചത്. ഇനി ഈ കറി നല്ലതുപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും കൂടെ ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് താളിച്ച് ചേർക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.